ഓക്കെ, എഴുതിക്കോ. ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ. ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ. P equal to HDG. P equal to HDG. Where P is the pressure. P is the pressure. H is the length. H is the length. ഇത് ചെയ്തായിരുന്നു നമ്മൾ ഈ ക്വസ്റ്റ്യൻ? ഇല്ലല്ലോ. D is the density. D is the density. And G is the acceleration due to gravity. G is the acceleration due to gravity. ചെയ്യല്ല, കുഴപ്പമില്ലല്ലോ. പ്രഷറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, അത് വെച്ച് പ്രഷർ കണ്ടുപിടിക്കുക. പിന്നെ എല്ലാം ഡയറക്റ്റ്. എച്ച് ലെങ്ത്, ഡി ഡെൻസിറ്റി. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ? മാസ് ബൈ വോളിയം. ജി ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിന്റെ ആക്സിലറേഷനെ സെയിം ആണെന്ന് പറഞ്ഞു. അപ്പൊ LT⁻². ചെയ്യാലോ, ചെയ്തോ. അത് കഴിഞ്ഞ് ഞാൻ ബോർഡിൽ ചെയ്യാം. തെറ്റുണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഒറ്റ സ്റ്റെപ്പിൽ ഇപ്പൊ പ്രഷറൊക്കെ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാതെ ചെയ്തു പോട്ടാ. പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അങ്ങനെ സ്റ്റെപ്പായിട്ട് ചെയ്തു പോകും. അപ്പൊ നമുക്ക് തെറ്റിയാലും കണ്ടുപിടിക്കാൻ പറ്റും എവിടെയാ തെറ്റുന്നതെന്ന്. മാസ് ബൈ വോളിയം. കഴിഞ്ഞ ഓക്കെ, എന്നാ ഞാൻ ബോർഡിൽ ചെയ്യാം. തെറ്റുണ്ടെങ്കിൽ നോക്കിയാൽ മതി. പ്രഷർ എന്തായിരുന്നു? ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. MLT⁻² ഡിവൈഡഡ് ബൈ L². ഓക്കെ, അപ്പൊ എങ്ങനെ വരും? MLT⁻² ഇൻറ്റു LT⁻². ഇവിടെ L⁻², ഇവിടെ L⁻². അപ്പൊ എങ്ങനെ വരും? L⁻1 ഇൻറ്റു L⁻². L⁻−1 T⁻². പ്രഷർ എല്ലാവർക്കും കറക്റ്റ് ആണോ കിട്ടിയത്? തെറ്റിയിട്ടുണ്ടായിരുന്നെങ്കിലും കിട്ടിയാ? കറക്റ്റ്. അമ്മന് കിട്ടിയാ? നിനക്ക് കിട്ടിയടാ? ഓക്കെ, അടുത്തത് HDG. H എന്താന്നാ പറഞ്ഞത്? ലെങ്ത്. ഇനി D ഡെൻസിറ്റി, മാസ് ബൈ വോളിയം. അപ്പൊ മാസ് ബൈ വോളിയം, ഡെൻസിറ്റി മാസ് ബൈ വോളിയം എന്ന് പറയുമ്പോ M/V³. ദാറ്റ് ഇസ് L³. അപ്പൊ ML⁻3. ML⁻3. G എന്തായിരുന്നു? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്താണ്? LT⁻². ഓക്കെ, പിന്നെ എങ്ങനെ വരും? ML⁻1 + -3 -2 -2 + 1 -1. L⁻−1 T⁻². കിട്ടിയാ? തെറ്റിയിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കട്ടാ. കിട്ടിയില്ലേ? പ്രജിനക്ക് കിട്ടിയാ? തെറ്റിപ്പോയാ? എവിടെ? മറ്റേ ഡിറൈവ് ചെയ്യാൻ പോയല്ലേ? ചെക്ക് ദ കറക്റ്റ്നെസ്. മറ്റേത് ഡിറൈവ് കേട്ടാ, മാറിപ്പോരുതേ. എന്റെ പേരെന്തായിരുന്നു? ക്രിസ്. കിട്ടിയില്ലേ? ജ്യോതിഷിന് കിട്ടിയാ? എവിടെയെങ്കിലും പോയാ? കിട്ടി? അവിടം വരെ എത്തിയാ?
അമലിന് കിട്ടിയോ? അർജുന എന്തേ? കിട്ടി. ചെയ്ത് നോക്കിയായിരുന്നോ നിങ്ങൾ വീട്ടിൽ പോയിട്ട്? മറ്റേതാണല്ലേ ചെയ്തത്? ചെയ്ത് നോക്കിയാ? ചെയ്താ? ഇല്ല. ഓക്കെ, ഇത് കഴിഞ്ഞില്ലേ? നമുക്ക് അടുത്തയിലേക്ക് പോവാന്നാ. കിട്ടിയാ? നിനക്ക് കിട്ടിയാ? അടുത്തയിലേക്ക് പോവാം. ഇത് ചെയ്തോ, കണ്ടിന്യൂ ചെയ്തോ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചോദിച്ചിട്ടുണ്ട്, എഴുതി വെച്ചോ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്താണെന്നറിയോ? ഏത് ലെറ്ററാ നമ്മൾ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഡിനോട്ട് ചെയ്യുന്നത്? ക്യാപിറ്റൽ ജി അല്ലെ? യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷന്റെ ഇക്വേഷൻ അറിയോ? F ഈക്വൽ ടു, ഓർമ്മയുണ്ട? G(m1m2/r²). യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ ഓർമ്മയില്ലേ? ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. നമ്മൾ 9th പഠിക്കണതായത്. ജസ്റ്റ് ഇപ്പൊ നമുക്ക് ഇവിടെ ഇക്വേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. ക്വസ്റ്റ്യനിൽ ഇക്വേഷൻ അവർ തരില്ല, ഇങ്ങനെ ചോദിക്കോളൂ. ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ എഴുതി വെക്കുക. ഇക്വേഷൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അറിയില്ലെങ്കിൽ എഴുതി പഠിക്കണം. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്? എന്താണ്? ക്യാപിറ്റൽ ജി അല്ലെ? അപ്പൊ നമുക്ക് ക്യാപിറ്റൽ ജിയുടെ ഡയമെൻഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കൊന്ന് ഇക്വേഷൻ അറേഞ്ച് ചെയ്യാം. F(r²) ഈക്വൽ ടു G(m1m2). G ഈക്വൽ ടു F(r²)/m1m2. ഇനി ചെയ്യാല്ല. F എന്താണ്? ഫോഴ്സ്. R എന്താണ്? r², ഡിസ്റ്റൻസ് അല്ലെ? അപ്പൊ ലെങ്ത്. M1 M2 mm. ചെയ്യാലോ? ചെയ്ത് നോക്ക് ബാക്കി. എവിടെ? മറ്റേത് കിട്ടിയല്ലോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയാ? ഓക്കെ, ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഇത് 2 മാർക്കിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. ഒരു r² കൂടി ഉണ്ട്, അതുകൂടി എഴുതിക്കും. ഇത് നമ്മൾ 9th പഠിക്കണം. (r²). 9th നമ്മൾ പഠിക്കണതാണ്. ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ മാസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു. നമ്മൾ ഇങ്ങനെയാണ് പഠിക്കുന്നത്. F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് മാസ് m1 m2. F ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റിയിട്ടാണ് നമ്മൾ G കൊടുക്കുന്നത്. G(m1m2/r²) എന്നിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ഡയമെൻഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ നമ്മൾ തന്നെ എഴുതി കണ്ടുപിടിക്കണം. ഈ G ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ G കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊന്ന് ഇക്വേഷൻ അറേഞ്ച് ചെയ്ത് ജിയുടെ ഇക്വേഷൻ ഒക്കെ എഴുതണ്ടേ? അതിനുവേണ്ടി നമുക്ക് F × r² is equal to G(m1m2) എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജിയുടെ ഇക്വേഷൻ ആക്കാൻ വേണ്ടി G ഈക്വൽ ടു F(r²) ഡിവൈഡഡ് ബൈ m1 m2. എഫിന്റെ ഡയമെൻഷൻ നമുക്കറിയാം. ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഡിസ്റ്റൻസ് L², അതും അറിയാം. m1 m2 mm. അപ്പൊ അതും കണ്ടുപിടിക്കാം. ഓക്കെ, ചെയ്താ? m² ആയിട്ട് എടുത്തോ. അതിപ്പോ m1ന്റെ ഡയമെൻഷൻ എന്ത് തന്നെ ആയിരിക്കും? m2ന്റെ ഡയമെൻഷനും m തന്നെ ആയിരിക്കില്ലേ? അപ്പൊ m². ഇല്ലടാ, ഇപ്പൊ m1 എന്ന് പറയുന്നത് മാസ് ഓഫ് 1 ബോഡി, മാസ് ഓഫ് അനദർ ബോഡി അല്ലെ? അപ്പൊ മാസ്, ഇതും മാസ് ആണ് m. രണ്ടിന്റെയും ഡയമെൻഷൻ m തന്നെയല്ലേ വരുള്ളൂ. അപ്പൊ m². കഴിഞ്ഞ? ഓക്കെ, ഞാൻ എന്തായാലും ചെയ്യാം. G ഈക്വൽ ടു ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ mL (t⁻² - 2) ഇൻറ്റു
ഇൻറ്റു ആർ സ്ക്വയർ. ആർ സ്ക്വയറിന്റെ ഡയമെൻഷൻ എന്താണ്? എൽ സ്ക്വയർ. ഇക്വേഷൻ ഒന്നുകൂടെ എഴുതിയിട്ടേക്കാം. ജി എഫ് ആർ സ്ക്വയർ ബൈ m1 m2 ഡിവൈഡഡ് ബൈ എം സ്ക്വയർ എം എൽ ടി റൈസ് ടു മൈനസ് 2 ഇൻറ്റു എൽ സ്ക്വയർ എം റൈസ് ടു മൈനസ് 2. ഓക്കെ, 1 പ്ലസ് മൈനസ് 2 എം റൈസ് ടു മൈനസ് 1 എൽ ഇൻറ്റു എൽ സ്ക്വയർ എൽ ക്യൂബ് ടി റൈസ് ടു മൈനസ് 2. കിട്ടിയ ഇത്രയും കറക്റ്റ് ആണോ കിട്ടിയത്? അർജുൻ കിട്ടിയ? ജഗത്തിന് കിട്ടി? ജഗത്തൊന്ന് സോറി, ജ്യോതിഷിന് കിട്ടി. അമ്മ എന്താ തെറ്റിപ്പോയ? അല്ല, നീ ഇത് ഡിറൈവ് ചെയ്തു പോയ? ഡിറൈവ് ചെയ്യണ്ട. ഡിറൈവ് ചെയ്യണോ നമ്മൾ എന്തിനാ? ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാനല്ലേ ഡിറൈവ് ചെയ്യണത്. ഇവിടെ ഓൾറെഡി ഇക്വേഷൻ ഇസ് ഗിവൻ. സോ നമ്മൾ ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഡയമെൻഷൻ കണ്ടുപിടിച്ചാൽ നമ്മളിപ്പോ നേരത്തെ പ്രോബ്ലംസ് ചെയ്തിട്ടില്ലേ? ലൈക്ക് ഇതൊക്കെ, ഇതല്ലല്ലോ സോറി, ഏത് ഇക്വേഷൻ ആണ്? ഇതൊക്കെ ഡയമെൻഷൻ ഓഫ് എ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വി ഈക്വൽ ടു 80 എന്നൊക്കെ പറഞ്ഞ് ചെയ്തില്ലേ? ഡിറൈവ് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ റൈസ് ടു എ, റൈസ് ടു ബി, റൈസ് ടു സി കൊടുത്തു പോകാൻ പാടുള്ളൂ. അല്ലാതെ ഫൈൻഡ് ദ ഡയമെൻഷൻ, ചെക്ക് ദ ഡയമെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? അത് എങ്ങനെയാ വന്നതെന്ന് ചെയ്ത് നോക്കിക്കടാ. കിട്ടിയത്? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചതാണ്, നിങ്ങൾക്ക് ഹോംവർക്ക് തന്നതായിരുന്നു. വി ഈക്വൽ ടു റൂട്ട് ഓഫ് പി ബൈ റോ. വി ഈക്വൽ ടു റൂട്ട് ഓഫ് പി ബൈ റോ. വി is the velocity, P is the pressure, rho density. Rho density. Rho density. ചെയ്ത് നോക്കി. ഒക്കെ ചെയ്യിപ്പിച്ചതായിരുന്നു ഞാൻ. നമുക്ക് ഒന്നുകൂടെ ഞാൻ ബോർഡിൽ ചെയ്യാം, അപ്പൊ കിട്ടാത്തവർക്ക് കിട്ടിക്കോളും. നിങ്ങൾ ചെയ്ത് നോക്ക്. വി ഈക്വൽ ടു പി ബൈ റോ റൈസ് ടു ഹാഫ്. വി ഈക്വൽ ടു പി റൈസ് ടു 1/2 റോ റൈസ് ടു 1/2. വിയുടെ ഡയമെൻഷൻ എന്താണ്? വെലോസിറ്റി. എൽ ടി റൈസ് ടു മൈനസ് 1. വി ഈക്വൽ ടു എൽ ടി റൈസ് ടു മൈനസ് 1. പി എൽ ടി റൈസ് ടു മൈനസ് 2. റൂട്ട് മാറ്റിക്കടാ. റൂട്ട് മാറ്റി നമ്മൾ ഹാഫ് കൊടുക്കുക, അപ്പൊ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കിട്ടിയാ? കിട്ടണില്ല? ചെയ്തു പോയിക്കോ. ഞാൻ ബോർഡിൽ ചെയ്യണേ, നിങ്ങളത് നോക്കണ്ട, നിങ്ങൾ ചെയ്തു പോയിക്കോ നിങ്ങളുടെ രീതിയിൽ. വി എന്ന് പറഞ്ഞാൽ എൽ ടി റൈസ് ടു മൈനസ് 1. ഓക്കെ, അത് നമുക്ക് കിട്ടി. ഇനി പി എന്താണ്? പ്രഷർ, ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ ഫോഴ്സ് ബൈ ഏരിയ, പി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എം എൽ റൈസ് ടു മൈനസ് 2 ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു എം എൽ റൈസ് ടു മൈനസ് 1 ടി റൈസ് ടു മൈനസ് 2. എം L raised to minus 1 T raised to minus 2 divided by density എന്താണ്? Density rho equal to mass by volume. That's equal to
ml raised to minus 3 1/2. ഓക്കെ, ഇത്ര എഴുതാല. നമുക്ക് അടുത്തതിന് നമുക്ക് ഓരോന്ന് നോക്കാം. ഈ 1/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് എല്ലാത്തിനും ബാധകമാണ് അല്ലെ. അപ്പൊ നമുക്ക് അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. m raised to 1/2 l raised to minus 1 into 1/2 minus 1/2 t raised to minus 2 into 1/2 എത്ര വരും? -1. then ഇവിടെ m raised to 1/2 l raised to minus 3/2. ഓക്കെ, ഇത്ര സ്റ്റെപ്പ് എത്തിയ നമ്മൾ ചെയ്തതായിരുന്നില്ലേ? ഇത് ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ? എങ്ങനെ ചെയ്താലും പ്രശ്നമില്ല, എങ്ങനെ വേണേലും ചെയ്യാം. പക്ഷെ നമുക്ക് ഫൈനൽ എന്താ ചെക്ക് ചെയ്യുമ്പോ കറക്റ്റ് ആയിട്ട് വരണം രണ്ടും, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് നമുക്കിത് ഒരൊറ്റ സ്റ്റെപ്പിൽ എഴുതാം. m raised to 1/2 l raised to minus 1/2 t raised to minus 1 into ഇത് പൊക്കത്തേക്ക് പോകുമ്പോ എന്താവും? m raised to minus 1/2 l raised to 3/2. ഓക്കെ, ഇനി m raised to 1/2 പ്ലസ് minus 1/2 എന്തായി പോവും? 0 ആയി പോവും. അപ്പൊ m 0 ആയി പോയി. അപ്പൊ ആ ടേം നമുക്ക് വേണ്ട. അടുത്തത് l raised to minus 1/2 plus 3/2 minus 1/2 plus 3/2 2/2 that's equal to 1. l raised to 1 പിന്നെ ബാക്കിയുള്ളത് t raised to minus 1. അപ്പൊ കറക്റ്റ് ആയില്ലേ? lt raised to minus 1 equal to lt raised to minus 1. പ്രാക്ടീസ് ചെയ്ത് നോക്കണം, അല്ലാതെ നമുക്ക് കിട്ടില്ല. തെറ്റിപ്പോയ എവിടെ പോയത്? ഇവിടെ വരെ കറക്റ്റ് ആണല്ലോടാ. m raised to 1/2 l raised to minus 1/2 t raised to minus 1. ഇവിടെ വരെ കറക്റ്റ് ആയി. ഞാൻ ഒറ്റ സ്റ്റെപ്പ് ആക്കി എഴുതി. ഇത് അങ്ങനെ തന്നെ നിർത്ത്. ഈ m raised to minus 1/2 അല്ലല്ലോ, 1/2 അല്ലേ വരുള്ളൂ. m into 1/2 m raised to 1/2 അല്ലേ വരുള്ളൂ. മനസ്സിലായോ? നോക്കി വെച്ച് കറക്റ്റ് ആയിട്ട് ചെയ്യട്ടെ, അല്ല തെറ്റിപ്പോരുതേ. ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനാ. ക്വസ്റ്റ്യൻ കിട്ടിയാ? ജ്യോതിഷ് എന്തായി? കിട്ടിയാടാ? അങ്ങനെ കിട്ടിയല്ലോ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇത് കഴിഞ്ഞാ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടാവും കൂടെ പറയണമെങ്കിൽ പറയാം. പോയിട്ടുണ്ടോ എവിടെയെങ്കിലും? കുഴപ്പമില്ലല്ലോ, ചെയ്തു നോക്കണോ കേട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ ഇത് ചെയ്തതാണ്. p പ്ലസ് a ബൈ വി സ്ക്വയർ ഇൻറ്റു v മൈനസ് ബി ഈക്വൽ ടു ആർ ടി. P is the pressure. P is the pressure. V is the volume. V is the volume. Okay. R എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ കോൺസ്റ്റന്റ്സിന്റെ ഡയമെൻഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ അത് കൺസിഡർ ചെയ്യണ്ട. ഇത് വെച്ച് ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് എ. 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 ഇതൊരു ഗ്യാസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യണ്ട. ഇക്വേഷൻ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇക്വേഷൻ തന്നിട്ടുണ്ടാവും. ജസ്റ്റ് എയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. ഇത് ഞാൻ ചെയ്യിപ്പിച്ചതായിരുന്നു. അപ്പൊ നിങ്ങൾ ഇല്ലായിരുന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ. നിങ്ങൾക്ക് കിട്ടിയ ഹോംവർക്ക് തന്നായിരുന്നു ഈ ക്വസ്റ്റ്യൻ? ഇല്ല, തന്നിട്ടില്ല അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചോ. നമ്മൾ ചെയ്തതായിരുന്നു. ചെയ്തല്ലേ? ഓക്കെ. അപ്പൊ ശ്രദ്ധിച്ചോ. നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? എയുടെ ഡയമെൻഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് ബി എന്നും പറഞ്ഞും ചോദിക്കാം. അപ്പൊ എയുടെ അല്ലെങ്കിൽ ബിയുടെ ഡയമെൻഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം?
ഇത് നമുക്ക് ഈ ഇക്വേഷൻ ഇപ്പൊ ഇവിടെ എയുടെ ഡയമെൻഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പി ഈക്വൽ ടു എ ബൈ വി സ്ക്വയർ എന്ന് എഴുതി. പി ഈക്വൽ ടു എ ബൈ വി സ്ക്വയർ എന്ന് എഴുതി. ഇതിൽ നിന്ന് നമുക്ക് എയുടെ ഇക്വേഷൻ ആക്കി എഴുതാം. എ ഈക്വൽ ടു പി വി സ്ക്വയർ. ഓക്കെ, പി പ്രഷർ ആണ്, എൽ ക്യൂബ് കണ്ടുപിടിക്കാം എയുടെ ഡയമെൻഷൻ. ഓക്കെ, അപ്പൊ എയുടെ ഡയമെൻഷൻ കിട്ടും. ഇനി ബിയുടെ ഡയമെൻഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ വി ഈക്വൽ ടു ബി. ബിയുടെ ഡയമെൻഷൻ എന്താണ്? വി എന്താണ്? വോളിയം. വോളിയം എന്താ? എൽ ക്യൂബ്. അപ്പൊ ബിയുടെ ഡയമെൻഷൻ എന്ത് തന്നെയായിരിക്കും? എൽ ക്യൂബ് തന്നെയായിരിക്കും. അപ്പൊ ബിയുടെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എയുടെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് എയുടെ കണ്ടുപിടിക്കാനുള്ളത് ആ ഒരു ടേം മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പി പ്ലസ് എ ബൈ വി സ്ക്വയർ. അതിൽ നിന്ന് നമ്മൾ എയുടെ ഇക്വേഷനിലേക്ക് എഴുതുക, എന്നിട്ട് കണ്ടുപിടിക്കുക. ചെയ്തോ? നിനക്ക് കിട്ടുന്നുണ്ടോടാ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ദിയ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. കിട്ടിയില്ലേ? ആ, കറക്റ്റ് ആണ്. പ്രഷറിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യട്ടെ. പ്രഷർ, ഫോഴ്സ് ബൈ ഏരിയ, അങ്ങനെ തന്നെ ചെയ്തു പോകും. അപ്പൊ നമുക്ക് എക്സാമിനായാലും ചെയ്യുമ്പോൾ അത് കിട്ടും കറക്റ്റ് ആയിട്ട്. ഫോഴ്സിന്റെ ഡയമെൻഷൻ എഴുത്. ഫോഴ്സിന്റെ ഡയമെൻഷൻ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. വാ, നമുക്ക് എയുടെയാണ് കണ്ടുപിടിക്കേണ്ടത്. എ ഈക്വൽ ടു പി വി സ്ക്വയർ അല്ലേ? ഫസ്റ്റ് നമുക്ക് പിയുടെ കണ്ടുപിടിക്കാം. പി എന്ന് പറഞ്ഞാൽ പ്രഷർ, ഫോഴ്സ് ബൈ ഏരിയ അല്ലെ? ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? മാസ് ഇൻറ്റു ആക്സലറേഷൻ അല്ലെ? ബൈ എ, മാസ്, മാസിന്റെ എം, ആക്സലറേഷന്റെ എന്താ? എൽ ടി റൈസ് ടു -2 ഡിവൈഡഡ് ബൈ ഏരിയയുടെ എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ ഏരിയ? അപ്പൊ എൽ സ്ക്വയർ. എൽ സ്ക്വയർ പൊക്കത്തേക്ക് പോകുമ്പോ എം എൽ ടി റൈസ് ടു -2 ഇൻറ്റു എൽ റൈസ് ടു -2. അപ്പൊ എന്ത് വരും? എം അങ്ങനെ തന്നെ എഴുതി. ഇവിടെ എല്ലിന് ഒരു പവർ അല്ലേ ഉള്ളൂ? 1. അപ്പൊ എൽ റൈസ് ടു 1 ഇൻറ്റു എൽ റൈസ് ടു -2 എത്ര വരും? എൽ റൈസ് ടു -1 ഇൻറ്റു ടി റൈസ് ടു -2. ഓക്കെ, അത് കിട്ടി. ഇനി അടുത്തത് വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ ക്യൂബ് അല്ലെ? എൽ ക്യൂബ് സ്ക്വയർ ഉണ്ട്. അപ്പൊ എൽ ക്യൂബ് സ്ക്വയർ എന്ന് പറയുമ്പോ എൽ ക്യൂബ് ഹോൾ റൈസ് ടു 2. അപ്പൊ എന്ത് വരും? എ റൈസ് ടു എം ഹോൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നമ്മൾ എഴുതിയ? എ റൈസ് ടു എം എൻ. അപ്പൊ 2 ഇൻറ്റു 3 6. അപ്പൊ എൽ റൈസ് ടു 6. അപ്പൊ അത് കിട്ടി. പ്രഷറിന്റെ കിട്ടി, ഇത് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എയുടെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ചെയ്തേ. കിട്ടിയാടാ? പോയി നിന്നേ. വി സ്ക്വയർ അല്ലേടാ? വിയുടെ അല്ലേ? വോളിയം അല്ലേ എൽ ക്യൂബ് അല്ലേ? അപ്പൊ സ്ക്വയർ ഇവിടെ വരില്ലേ? അപ്പൊ എൽ റൈസ് ടു 6 വരില്ലേ? അതൊന്ന് കറക്റ്റ് ചെയ്യേ. കിട്ടിയാ? എം എൽ റൈസ് ടു 5 ടി റൈസ് ടു -2. ജ്യോതിഷിന് കിട്ടിയാ? കിട്ടിയാടാ? ആ, ഇവിടെ എത്തി. ഇനി എൽ റൈസ് ടു -1 ഇൻറ്റു എൽ റൈസ് ടു 6 എൽ റൈസ് ടു 5. എം എൽ റൈസ് ടു 5 ടി റൈസ് ടു -2. കിട്ടിയാ? ജ്യോതിഷ് കിട്ടിയാ? അതിനും കിട്ടിയാ? എവിടെ പോയാ? എവിടെ പോയത്? എൽ റൈസ് ടു എ ഈക്വൽ ടു എഴുതിക്കോന്നെ റൈസ് ടു 2. അപ്പൊ 6 വരില്ലേ? എം എൽ റൈസ് ടു 5 ദിയൊക്കെ കിട്ടിയാ? കിട്ടിയാ ജ്യോതിഷേ? പയ്യെ ചെയ്താൽ മതിയടാ കറക്റ്റ് ആയിട്ട്. ഇതെവിടെ നാളെ? എൽ ടി റൈസ് ടു പ്രഷറിന്റെ ഒന്ന് ചെയ്തേ. പി ഈക്വൽ ടു
ഇവിടെയും പോയി, ഒരു സ്ഥലത്തൂടെ പോയി. ഈ L⁻² നമ്മൾ ഇത് പൊക്കത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ ഒരു പവർ ഇല്ലേ ഓൾറെഡി? ഓക്കെ, അപ്പൊ L⁻, ഇവിടെ 1 അല്ലേ ഉള്ളത്, ഈ 2 അവിടെ നിന്ന് വന്നാ. ഓക്കെ, ഒരു മിനിറ്റ് പേനാന്നേടാ. mL⁻² ഇൻറ്റു L⁻² അല്ലെ? അപ്പൊ L⁻1 ഇൻറ്റു L⁻² എന്ന് പറയുമ്പോൾ mL⁻1 ഇൻറ്റു T⁻² ഇൻറ്റു L⁻6. അപ്പൊ എങ്ങനെ വരും? mL⁵ T⁻². ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, കഴിഞ്ഞില്ലേ? ചെയ്യണ്ടല്ലോ ഞാനിനി. അടുത്ത നമുക്ക് ലിമിറ്റേഷൻ ഓഫ് ഡയമെൻഷൻ അനാലിസിസ്. ഇത്രയും പ്രോബ്ലംസ് നമ്മളിപ്പോ മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത് തന്നെ ഇനി ചെയ്ത് നോക്കണം കേട്ടോ, റിപ്പീറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് നോക്കണേ. കഴിഞ്ഞ ക്ലാസ്സിൽ 2 പ്രോബ്ലംസ് നമ്മൾ മറ്റേത് ചെയ്തിട്ടുണ്ട്, അത് സമയം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. എഴുതിക്കോ, ലിമിറ്റേഷൻ ഓഫ് ഡയമെൻഷൻ അനാലിസിസ്. ലിമിറ്റേഷൻ ഓഫ് ഡയമെൻഷൻ അനാലിസിസ്. Limitation of dimension analysis. Here you go. First point. This method give us no information about dimensionless constants. This method give us no information about dimensionless constant. മനസ്സിലായില്ലേ? ഡയമെൻഷൻലെസ് ആയിട്ടുള്ള കോൺസ്റ്റന്റ്സിനെ പറ്റി ഒരു ഇൻഫോർമേഷനും ആ ക്വസ്റ്റ്യനിൽ ഒന്നും ഉണ്ടാവില്ല അല്ലെ? നമ്മൾ തന്നെ എഴുതുന്നതാണ്, ഇതിന് ഡയമെൻഷൻ ഉണ്ടാവില്ല, അതുകൊണ്ട് നമ്മൾ അത് കൺസിഡർ ചെയ്യില്ല. അപ്പൊ ദിസ് മെത്തേഡ് ഗീവ് us no information about dimensionless constant. അടുത്തത്, we cannot use this method if the physical quantity depend on more than 3 other physical quantity. Okay. Okay. അപ്പൊ അതെന്താ പറഞ്ഞിരിക്കുന്നത്? വി കനോട്ട് യൂസ് ദിസ് മെത്തേഡ് ഇഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് അപ്പോൺ മോർ ദാൻ 3 അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒരൊറ്റ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിരിക്കും, അത് മോർ ദാൻ 3 അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുവാണെങ്കിൽ നമ്മൾ ആ മെത്തേഡ് യൂസ് ചെയ്യില്ല. അത് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങൾ പഠിച്ചെഴുതാനാണ് ചോദിക്കാറുണ്ട് കേട്ടോ. 2 മാർക്കിനാണ് കൂടുതലും ചോദിക്കണത്, പഠിച്ചെഴുതി. അടുത്ത എഴുതിക്കോ. ദിസ് മെത്തേഡ് cannot be used if the left hand side of the equation contain more than one term. ഓക്കെ, എഴുതിയോ? മോർ ദാൻ 1 ടേം. അത് മനസ്സിലായില്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മളിപ്പോ ചെയ്ത എല്ലാത്തിനും ഒരു ടേം അല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ മോർ ദാൻ 1 ടേം വരുന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് ആപ്ലിക്കബിൾ അല്ല. നമ്മളിപ്പോ ചെയ്തതെല്ലാം ഒരൊറ്റ ടേമേ ഉണ്ടായിരുന്നുള്ളൂ, അതൊന്ന് ആലോചിച്ചാൽ മതി. അടുത്തത്, often it is difficult to guess the parameter on which the physical quantity depend. Often it is difficult to guess the parameter on which physical quantity depend. ഓക്കെ, അതെന്താന്ന് മനസ്സിലായത് വായിച്ചിട്ട്?
അതിപ്പോ നമ്മള് ടൈം പീരീഡ് നമ്മൾ ചെയ്ത് T=2π × √(L/g) എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്ത്. അപ്പൊ ഈ ടൈം പീരീഡ് ഏതൊക്കെ പാരാമീറ്റേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കണതെന്ന് ഞാൻ പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾക്ക് മനസ്സിലായത്? അല്ലെങ്കിൽ നമ്മളൊന്ന് കുറച്ച് കടന്ന് ചിന്തിക്കണം ഏതിനേക്കാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കണേ എന്നുള്ളത് അല്ലെ. അപ്പൊ അത് കുറച്ച് ഡിഫിക്കൽട്ടി ആണെന്നാണ്. ഏതൊക്കെ പാരാമീറ്റേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ഗസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ വേറെ ചെയ്ത ക്വസ്റ്റ്യനിലെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ആ ഇക്വേഷൻ ഏതിനേക്കാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ടൈം പീരീഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ F=mv²/r എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്തില്ലേ, അതിൽ ഈ ഫോഴ്സ് എന്തിനേക്കാണ് ഡിപ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തന്നു. അല്ലാതെ ആണെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടല്ലേ. അതാണ് ആ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നത്. ഓഫൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗെസ്. Often it is difficult to guess the parameter on which physical quantity depends. Okay ആയില്ലേ? ആ 4 പോയിന്റ്സ് ഒന്ന് വേഗം വായിച്ച്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാന്ന്. അടുത്ത ടോപ്പിക് ഇപ്പൊ നമ്മൾ പഠിച്ച ഡയമെൻഷൻ അനാലിസിസ് ഇല്ല, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അടുത്തത്, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഓക്കെ, എഴുതിയോ? ഹെഡിങ് എഴുതിക്കോ, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഓക്കെ, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് നോട്ട് എഴുതാം. അപ്പൊ കറക്റ്റ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ 5.2 എന്ന് പറയുന്ന ഒരു നമ്പർ. അതിന് ഈ 5 എന്ന് പറയുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു സർട്ടൈൻ ഡിജിറ്റ് ആണ്. ഈ പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന ഈ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അൺസർട്ടൈൻ ഡിജിറ്റ് ആണ്. ഓക്കെ, അൺസർട്ടൈൻ ഡിജിറ്റ് ആണ്. ഈ എക്സാമ്പിൾ ഒന്ന് മനസ്സിൽ ഓർത്താൽ മതി. അപ്പൊ ഇതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഇതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഒരു സർട്ടൈനും ഒരു അൺസർട്ടൈനും. അപ്പൊ ഇതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ വന്നത് ഇങ്ങനെ ആയിരിക്കും, ഫൈൻഡ് ദ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഏതെങ്കിലും ഒരു നമ്പർ വന്നിട്ടുണ്ടായി. ഇപ്പൊ ഈ നമ്പർ ഞാനിപ്പോ കോമൺ ആയിട്ട് എടുത്ത ഒരു നമ്പർ ആണ്. അല്ലാതെ നമുക്ക് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് കുറെ റൂൾസ് ഉണ്ട്. ആ റൂൾസ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ സിഗ്നിഫിക്കന്റ് ഫിഗർ എന്താണെന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഒരു സർട്ടൈൻ ഡിജിറ്റ് ഉണ്ടാവും, കൂടെ തന്നെ ഒരു അൺസർട്ടൈൻ ആയിട്ടുള്ള ഡിജിറ്റ് ഉണ്ടാവും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അടുത്തത് 5.35. ഇതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ എത്രയായിരിക്കും? 3. ഒരു സർട്ടൈനും 2 അൺസർട്ടൈനും. അപ്പൊ ടോട്ടൽ സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറയുന്നത് 3. ഇനിയും ക്വസ്റ്റ്യൻ ചോദിക്കും 5.365. ഇത് നോക്കിക്കേ, 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഓക്കെ, അപ്പൊ സിഗ്നിഫിക്കന്റ് ഫിഗർ എന്താണെന്ന് നമുക്ക് എഴുതാം. ഫസ്റ്റ് പോയിന്റ് എഴുതിക്കോ, ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ എ മെഷർമെന്റ്. Number of digits in a measurement about which are certain plus one additional digit which are uncertain are known as significant figures. Okay, ഇപ്പൊ കിട്ടിയ the number of digits in a measurement, 1 ഡിജിറ്റ് സർട്ടൈനും ആയിരിക്കും, പ്ലസ് അഡീഷണൽ ആയിട്ട് ഒരു അൺസർട്ടൈൻ ഡിജിറ്റ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഇങ്ങനെ 5.2 എന്ന് എഴുതിയിട്ട് സർട്ടൈൻ ഏതാണ് അൺസർട്ടൈൻ ഏതാണെന്ന് ജസ്റ്റ് എഴുതി വെച്ചു. അപ്പൊ അതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതിക്കോട്ടെ. അതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ, ഇതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ 2 ആണ്. അങ്ങനെ എഴുതി വെച്ചു. അപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ കിട്ടും. ഇനി വായിക്കുമ്പോൾ സെന്റൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ കണക്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് എഴുതി കഴിഞ്ഞാ അടുത്തൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോ ഒരു ലൈൻ വരച്ചു. ജസ്റ്റ് ഞാനൊരു ലൈൻ വരച്ചു. ഇതിപ്പോ ഏകദേശം എത്ര സെന്റിമീറ്റർ ഉണ്ടാവും? ജസ്റ്റ് ഏകദേശം എത്ര സെന്റിമീറ്റർ ഉണ്ടാവും? റാൻഡം ആയിട്ട് നമ്മൾ പറയാനാണ്, ജസ്റ്റ് ഒന്നും നോക്കാതെ നമ്മൾ പറഞ്ഞത് ഏകദേശം
ഏകദേശം ഒരു 5 സെന്റിമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഇതൊരു സ്കെയിൽ എടുത്ത് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കിയപ്പോ എനിക്ക് കിട്ടിയത്, ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഞാൻ സ്കെയിൽ എടുത്ത് ഒന്ന് മെഷർ ചെയ്ത് നോക്കി, എനിക്ക് ഇപ്പോൾ ഇതൊരു 5.2 ആണെന്ന് കിട്ടി. പിന്നെ ഞാൻ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് എല്ലാ പോയിന്റ്സും ഇതിന്റെ നോക്കി വന്നപ്പോ എനിക്ക് കിട്ടിയത് 5.26 ആണെന്ന് കിട്ടി. ഓക്കെ, ഇപ്പൊ ഇതിൽ ഏതായിരിക്കും ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റ് എന്ന് പറയുന്നത്? 5.26. അതാണ് പെർഫെക്റ്റ് മെഷർമെന്റ്. കറക്റ്റ് ആയിട്ട് നമുക്ക് പറയണമെങ്കിൽ 5.26 ആയിരിക്കും. അപ്പൊ ഇവിടത്തെ സിഗ്നിഫിക്കന്റ് ഫിഗർ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ. ഇവിടത്തെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഇവിടത്തെ എത്ര എണ്ണം ഉണ്ട്? 3. അപ്പൊ നോക്കിക്കേ, സിഗ്നിഫിക്കന്റ് ഫിഗർ കൂടുന്നതനുസരിച്ച് എന്ത് കൂടി? ഈ മെഷർമെന്റിന്റെ ആക്യുറസി കൂടി എന്ന് പറയാം. ഓക്കെ, മനസ്സിലായ? ഇനി ആ പോയിന്റ് എഴുതിക്കോ. ഗ്രേറ്റർ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ more accurate is the measurement. ഓക്കെ, സിഗ്നിഫിക്കൻസ് ഫിഗർ കൂടിയതിനായിരിക്കും അപ്പൊ ഏറ്റവും കൂടുതൽ എന്തുണ്ടാവുന്നത്? ആക്യുറസി ഉണ്ടാവുന്നത്. അതാണ് ആ സെക്കൻഡ് പോയിന്റ്. ഗ്രേറ്റർ ദ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, മോർ ആക്യുറേറ്റ് ഈസ് ദ മെഷർമെന്റ്. ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള 2 എക്സാമ്പിൾ ആണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ ശരിക്കും പഠിക്കാൻ പോണത് ഈ സിഗ്നിഫിക്കന്റ് ഫിഗർ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോണേ. അപ്പൊ നമുക്ക് കുറച്ച് റൂൾസ് പഠിക്കണം. ആ റൂൾസ് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എഴുതിക്കോ, റൂൾസ് ടു ഡിറ്റർമൈൻ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഈ റൂൾസ് നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചു പോണോ കേട്ടോ. ഇപ്പൊ തന്നെ ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. കറക്റ്റ് ആയിട്ട് ഇപ്പൊ തന്നെ പഠിച്ചു പോകാൻ പറ്റുന്ന റൂൾസ് ആണ്. ഈ റൂൾസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ക്വസ്റ്റ്യനിലെ സിഗ്നിഫിക്കന്റ് ഫിഗർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. മറ്റേത് ഞാൻ നേരത്തെ തന്ന എക്സാമ്പിൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആയിരുന്നു. ഓക്കെ, ഫസ്റ്റ് റൂള്, all the non-zero digits are significant. എഴുതിക്കോ, all the non-zero digits are significant. ഓക്കെ, അപ്പൊ ഏത് നോൺ സീറോ ഡിജിറ്റ്? ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ 6, 2, 3, ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗർ എത്രയായിരിക്കും? 3 അല്ലെ? അപ്പൊ ഏതൊക്കെ നോൺ സീറോ ഡിജിറ്റ് ഉണ്ടോ അത് എല്ലാത്തിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ അതിലുണ്ടാവും. ഇനി ഞാനിപ്പോ നമ്മൾ നേരത്തെ പഠിച്ച ഇതെല്ലാം നോൺ സീറോ ആയിരുന്നു അല്ലെ? അതുകൊണ്ടാണ് നമുക്ക് സിഗ്നിഫിക്കന്റ് ഫിഗർ 3 കിട്ടിയത്. ഇനി 5.345 ഇതൊക്കെ എല്ലാം നോൺ സീറോ ആയതുകൊണ്ടാണ് നമുക്ക് എല്ലാത്തിനും സിഗ്നിഫിക്കന്റ് ഫിഗർ, നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ 1, 2, 3, 4 പഠിച്ചത്. ഇനി ഏത് എക്സാമ്പിൾ എടുത്തോ, നിങ്ങൾ ഏതെങ്കിലും എക്സാമ്പിൾ എഴുതി വെച്ചോ. ആ ഒരു റൂളിന്റെ താഴെ നിങ്ങൾ കുറച്ച് എക്സാമ്പിൾ എഴുതി വെച്ചോ. 1, 2, 3, 6 ടോട്ടൽ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ 1, 2, 3, 4 അങ്ങനെ എഴുതി വെച്ചോ. ഏതെങ്കിലും 2, 3 എണ്ണം എഴുതി വെച്ചോ എക്സാമ്പിൾ ആയിട്ട്. ഓൾ ദ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്താ വരുന്നത്? സീറോ സിഗ്നിഫിക്കന്റ് ആയിരിക്കുമോ? അല്ല, അതാണ് മീൻ ചെയ്യുന്നത്. ഓൾ ദ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. ഓക്കെ, ഇനി അടുത്ത റൂള്, all the zeros between two non-zero digits are significant. All the zeros between two non-zero digits are significant. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞ എന്താ? സീറോ സിഗ്നിഫിക്കന്റ് അല്ല എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇപ്പൊ സെക്കൻഡ് റൂൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൾ ദ സീറോസ് ബിറ്റ്വീൻ ടു നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. 2 നോൺ സീറോ ഡിജിറ്റിന് ഇടയിൽ വരുന്ന സീറോ എന്താന്നാ പറഞ്ഞ? സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് എത്രയാണ്? 3. ഇനി വേറെ എക്സാമ്പിൾ നോക്കാം. 2, 0, 0, 5, 6 ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് എത്രയാണ്? 5. ഓക്കെ, അപ്പൊ സീറോ എന്ന് പറയുന്ന സിഗ്നിഫിക്കന്റ് അല്ല. പക്ഷെ 2 നോൺ സീറോ ഡിജിറ്റിന് ഇടയിൽ വരുന്ന സീറോസിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? സിഗ്നിഫിക്കന്റ് ആക്കി എടുക്കാം. അപ്പൊ സെക്കൻഡ് റൂൾ കിട്ടി. ഫസ്റ്റ് റൂൾ നമ്മൾ എന്താ പഠിച്ചത്? ഓൾ ദ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. അതിന് 2-3 എക്സാമ്പിൾ കിട്ടിയല്ല. ഇനി അടുത്തത് ഓൾ ദ സീറോസ് ബിറ്റ്വീൻ ടു നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. അത് മനസ്സിലായില്ലേ? 2 നമ്പറിന്റെ ഇപ്പൊ ഏത് എക്സാമ്പിൾ, ഇപ്പൊ പോയിന്റ് തന്നെ ഡിജിറ്റ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, 2 നമ്പറിന്റെ 2 നോൺ സീറോ ഡിജിറ്റ്സിന്റെ ഇടയിലാണ് സീറോ കിടക്കണമെങ്കിൽ നമുക്ക് അതിനെ സിഗ്നിഫിക്കന്റ് ആയിട്ട് പറയാം. ഓക്കെ, ഇനി തേർഡ് വൺ, ഇഫ് ദ നമ്പർ ഈസ് ലെസ് ദാൻ 1,
If a number is less than 1, the zeros on the right of the decimal point, before a non-zero digit are not significant. Okay. അത് പറയുന്നത് എന്താ? ഇഫ് എ നമ്പർ ഈസ് ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാം അതൊരു പോയിന്റ് ഡിജിറ്റ് ആയിരിക്കും അല്ലെ? ഏകദേശം 0.00698 ഇങ്ങനെ ഒരു നമ്പർ ആണെന്ന് വിചാരിക്കും. നമ്മൾ റൂള് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇഫ് എ നമ്പർ ഈസ് ലെസ് ദാൻ 1, വായിച്ച് ഓൾ ദ സീറോസ് ഓൺ ദ റൈറ്റ് ഓഫ് ദ ഡെസിമലിന്റെ റൈറ്റ് സൈഡിലുള്ള സീറോസ് ബിഫോർ എ നോൺ സീറോ ഡിജിറ്റ്, അതായത് ഒരു നോൺ സീറോ ഡിജിറ്റിന് മുമ്പുള്ള സീറോസും ഡെസിമലിന് റൈറ്റ് സൈഡിൽ വരുന്ന സീറോസ്, അതായത് ഈ സീറോസ്, അത് എന്തായിരിക്കില്ല എന്നാ പറഞ്ഞേ? സിഗ്നിഫിക്കന്റ് ആയിരിക്കില്ല. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയാ വരുന്നത്? 3. മനസ്സിലായി? ഓക്കെ. ഈ സീറോ നമുക്ക് ഓൾറെഡി അറിയാം, സീറോ സിഗ്നിഫിക്കന്റ് അല്ല. പിന്നെ ഇവിടുത്തെ സീറോ ആയിരിക്കും ഡൗട്ട് വരുന്നത്. അപ്പൊ നോക്കുക, ഇഫ് എ നമ്പർ ഈസ് ലെസ് ദാൻ 1, ഓൾ ദ സീറോസ് ഓൺ ദ റൈറ്റ് ഓഫ് ദ ഡെസിമലിന്റെ റൈറ്റ് സൈഡിലും ബിഫോർ എ നോൺ സീറോ ഡിജിറ്റിന് മുമ്പിൽ വരുന്ന സീറോസും എന്തായിരിക്കില്ല? സിഗ്നിഫിക്കന്റ് ആയിരിക്കില്ല. അടുത്ത പോയിന്റ്, the terminal or trailing zeros terminal ലാസ്റ്റത്തെ അല്ലെങ്കിൽ ട്രെയിലിംഗ് സീറോസ്, അവസാനത്തെ സീറോസ്, terminal or trailing zeros in a number എഴുതി without a decimal point are not significant. The terminal or trailing zeros without a decimal point are not significant. അപ്പൊ നമുക്ക് അടുത്ത ഒരു എക്സാമ്പിൾ വരുന്നത് ടെർമിനൽ ഓർ ട്രെയിലിംഗ് സീറോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വരുന്ന സീറോസ്. ഓക്കെ, ഒരു നമ്പറിന്റെ എൻഡിങ്ങിൽ വരുന്ന സീറോസ്, ഈ സീറോസിനെ പറ്റിയാ പറയുന്നത്. ടെർമിനൽ ഓർ ട്രെയിലിംഗ് സീറോസ് വിത്തൗട്ട് എ ഡെസിമൽ പോയിന്റ്, നമ്പറിന് ഡെസിമൽ പോയിന്റ് ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ സീറോസ് എന്തായിരിക്കും? സിഗ്നിഫിക്കന്റ് ആയിരിക്കുമോ? അല്ല, ആർ നോട്ട് സിഗ്നിഫിക്കന്റ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയായിരിക്കും? 2. ഓക്കെ, അടുത്ത ഒരു എക്സാമ്പിൾ കൂടെ നോക്കിക്കോ. 6200 ഏതെങ്കിലും 620, ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയാണ്? 2. ഓക്കെ, ഇങ്ങനെ ഓരോ റൂള് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും കറക്റ്റ് ആയിട്ട് പറയാൻ. പക്ഷെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറയുമ്പോഴായിരിക്കും പോകുന്നത്. ഓക്കെ, അടുത്തത് എഴുതിക്കോ. ദ ടെർമിനൽ ഓർ ട്രെയിലിംഗ് സീറോ with a decimal point are significant. The terminal or trailing zeros with a decimal point are significant. Okay, ഇവിടെ നോക്കിക്കേ, ഇത് നമ്മൾ പറഞ്ഞ എന്താ? ടെർമിനൽ ഓർ ട്രെയിലിംഗ് സീറോ വിത്തൗട്ട് ഡെസിമൽ പോയിന്റ് സീറോസ് സിഗ്നിഫിക്കന്റ് അല്ല. പക്ഷെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സീറോസിനെ നമുക്ക് കൂട്ടാവോ? സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിട്ട് കൂട്ടാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയാണ്? 4. എല്ലാം എടുക്കാല്ല, 1, 2, ഇത് രണ്ടും നോൺ സീറോ ആണ്. പിന്നെ ഇതാണ് ഇവിടെ ഡെസിമൽ പോയിന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ടെർമിനൽ സീറോസ് നമുക്ക് എന്തായിട്ട് എടുക്കാം? സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിട്ട് എടുക്കാം. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറയുന്നത് 4. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരട്ടെ, ചെയ്യോ? 4.03, 14.3, ഇവിടെ എഴുതണേ.
ഏതാടാ 8.103. ആ സോറി 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 ഇത് ഇതിന്റെ 3 ആണ് 10⁻3. ഏതാടാ ഇതാ 23. ആ റൂൾസ് ഒന്ന് ആലോചിച്ച് നോക്കട്ടെ എല്ലാത്തിലും. ഇപ്പൊ ഏതാ കിട്ടാത്ത അതിൽ ആ റൂൾ ഒന്ന് ചിന്തിച്ച് നോക്കണേ. ഞാൻ ലാസ്റ്റ് എഴുതാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒന്നുകൂടെ നോക്കിക്കോ, എല്ലാത്തിലും ആ റൂൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. പോസിബിൾ ആണോ നോക്ക്. അപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടിക്കോളൂ. നമ്മൾ റൂള് വെച്ച് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. അല്ലാതെ ഇങ്ങനെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും പെട്ടു. ഞാൻ എഴുതാം, എന്നിട്ട് എത്ര പേർക്കെല്ലാം ശരിയായി നോക്കാം. ഓക്കെ, കഴിഞ്ഞ ലാസ്റ്റ് വൺ. ഓക്കെ, അർജുൻ കഴിഞ്ഞ, ക്രിസ് കഴിഞ്ഞ, പയ്യെ ചെയ്താൽ മതി, കുഴപ്പമില്ല, ചെയ്തു. ഓക്കെ, ഫസ്റ്റ് വൺ 4.03 എത്ര വരും പറഞ്ഞോ? 3. ഇവിടെ എത്ര വരും? 3. ഇത് രണ്ട് ശരിയായ എല്ലാവർക്കും? തെറ്റിപ്പോയാ? ആ ഇവിടെ ഓക്കെ. ഇനി ഇതിൽ എത്ര വരും? 3. ഇനി അടുത്തത് 3. ഇവിടെ എത്ര വരും? 3. ഓക്കെ, അടുത്തത് ഇവിടെ 2. തെറ്റിപ്പോയവരോടെ നിക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം കേട്ടാ. നമുക്ക് ആദ്യം ഇത് നോക്കാം. ഇവിടെ 2. ഓക്കെ, ഇവിടെ 3. ഇവിടെ ലാസ്റ്റ് വൺ 3. ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ഇത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, 1 2 3. ഓക്കെ, എല്ലാം ശരിയായ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിട്ടേക്ക്, ബാക്കിയെല്ലാം ശരിയായ? രണ്ടെണ്ണം തെറ്റി. എവിടെ പോയത് ഞാൻ പറഞ്ഞുതരാം. ഏതാടാ നോക്ക്. ഇതല്ലേ 0.023. ഇവിടെ നോക്കിക്കേ, ഈ സീറോ എന്താ നമ്മൾ പറഞ്ഞ നോൺ സീറോ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് നമ്മൾ കൂട്ടുന്നില്ല. ഇനി അടുത്ത നമ്മുടെ തേർഡ് റൂൾ നമ്മൾ എന്താ പഠിച്ച? ഓൾ ദ സീറോ, ഇപ്പൊ നമ്പർ ഈസ് ലെസ് ദാൻ 1, ദ സീറോസ് ഓൺ ദ റൈറ്റ് ഓഫ് ദ ഡെസിമൽ. ഡെസിമലിന് റൈറ്റ് സൈഡിലുള്ള സീറോ ബിഫോർ എ നോൺ സീറോ ഡിജിറ്റ്. അതായത് ഡെസിമലിന് റൈറ്റ് സൈഡിലുള്ളതും നോൺ സീറോ ഡിജിറ്റിന് മുമ്പിലുള്ളതുമായ സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കന്റ്. ഇതിന് നോക്കിക്കേ, ഓൾ ദ സീറോസ് ബിറ്റ്വീൻ ടു നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. ഇതപ്പൊ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി. പിന്നെ ഏതാ പോയത്? ഇത് നോക്കണ്ട. ഇതിപ്പോ ഈ നമ്പർ നമ്മൾ നോക്കണ്ട, അല്ലാതെ ഉള്ളത് നമുക്ക് ഇത് നോക്കാം. ഈ സീറോ നമുക്ക് കൂട്ടാവോ എന്നായിരിക്കും ഡൗട്ട് വരുന്നത്. ഇത് നോക്കിക്കേ, ഓൾ ദ സീറോസ് ബിറ്റ്വീൻ ടു നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്, സോ 3. ഓക്കെ, പിന്നെ ഏതെങ്കിലും പോയാ? ഇതാണോ പോയത്? ഇത് കറക്റ്റ് ആണല്ലോ. ഇത് കറക്റ്റ് ആണ്. ഇവിടത്തെ എന്ത് പറ്റി? ഇവിടെ ഈ സീറോ. ഇവിടെ നോക്കിക്കേ, ഓൾ ദ സീറോസ് ബിറ്റ്വീൻ ടു നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. നോൺ സീറോയുടെ ഇടക്ക് വരുന്ന സീറോ സിഗ്നിഫിക്കന്റ് അല്ലേ? അപ്പൊ 3. ഓക്കെ, ബി ഒക്കെ ഏതൊക്കെയാ പോയത്? കുറച്ച് ഹോംവർക്ക് ഇട്ടോട്ടെ, ഇത് ചെയ്യാല്ല. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ തെറ്റി ഇത് പറഞ്ഞുതരാം കേട്ടാ. ഹോംവർക്കായിട്ട് ചെയ്താൽ മതി. ഓക്കെ, തെറ്റിപ്പോയല്ലോ ശരിയായോ? ഏതാണ്? 0.42 വരും. 0 ആണെങ്കിൽ എങ്ങനെ വരും?
സീറോ ആണെങ്കിൽ 2 സിഗ്നിഫിക്കന്റ് ഫിഗർ തന്നെയായിരിക്കും. നമ്മൾ ട്രെയിലിംഗ്, അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പഠിച്ച ട്രെയിലിംഗ് സീറോസ് ഓർ ടെർമിനൽ സീറോസ് വിത്തൗട്ട് എ ഡെസിമൽ പോയിന്റ് ആർ നോട്ട് സിഗ്നിഫിക്കന്റ്. ഇവിടെ വിത്ത് ഡെസിമൽ പോയിന്റ് ഉണ്ട്, അപ്പൊ അതെന്തായിരിക്കും? സിഗ്നിഫിക്കന്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഇത് ബാക്കിയെല്ലാം കിട്ടിയല്ലോ. ഇത് നമ്മൾ ഈ ഡിജിറ്റ് നോക്കണ്ട, ബാക്കി ഇതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ പറഞ്ഞേ. ഇത് നോക്കണ്ട, ഇത് മാത്രം 3. അങ്ങനെ കിട്ടിയ എല്ലാം ഏതെങ്കിലും തെറ്റിയായിരുന്ന? ഏതാ പോയത്? ഇത് ടെർമിനൽ ഓർ ട്രെയിലിംഗ് സീറോസ് വിത്തൗട്ട് എ ഡെസിമൽ പോയിന്റ് ആർ നോട്ട് സിഗ്നിഫിക്കന്റ്. ഡെസിമൽ പോയിന്റ് ഇല്ല. ഡെസിമൽ പോയിന്റ് ഉള്ളതിന് നമുക്ക് സീറോസ് കൗണ്ട് ചെയ്യാം. നിനക്ക് തിരിഞ്ഞു പോയതാ രണ്ടും. ഓക്കെ, ഡെസിമൽ പോയിന്റ് ഉള്ളതാണെങ്കിൽ നമുക്ക് ലാസ്റ്റത്തെ സീറോസ് സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിട്ട് കൗണ്ട് ചെയ്യാം. ഡെസിമൽ പോയിന്റ് ഇല്ലാത്തതിന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാ? ഓക്കെ, ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞല്ലേ? എന്തെങ്കിലും പണി തരാന്ന് വിചാരിച്ചപ്പോ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഒരു ചെറിയ ടോപ്പിക് കൂടി ഉള്ളത്, അതോടെ നമ്മുടെ ചാപ്റ്റർ ഏകദേശം തീരും. ഓക്കെ, നെക്സ്റ്റ് റൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ് എഴുതിക്കോ. റൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ്, ഇത് ഡൗട്ട് ഇല്ലല്ലോ? ആ റൂള് പഠിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് എല്ലാം ചെയ്യാം. എക്സാമിന് വരുമ്പോഴത്തേക്ക് നമ്മൾ റൂള് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ തന്നെ വീട്ടിൽ പോയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ഇട്ട് നോക്കട്ടെ. അതിന് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് തെറ്റുണ്ടെങ്കിൽ നോക്കിയാൽ മതി. റൂള് പഠിച്ചിട്ട് വേണം ചെയ്യാൻ, ബുക്ക് നോക്കരുത്. റൂള് ജസ്റ്റ് പഠിക്കുക, ആ 4 റൂള് ഒന്ന് ഓർത്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ഇട്ട് ചെയ്ത് നോക്കണേ. ഓക്കെ, അടുത്തത് റൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ്. Okay, rounding of figures. For example, 7.4627. Example എഴുതിക്കോ. 7.4627. Rounding of figures എന്ന ഹെഡിങ് കൊടുത്താ. Rounding of figures. എന്നിട്ട് പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് വരുന്നത് ഇപ്പൊ ഇതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയായിരിക്കും? 1 2 3 4 5. ഇതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ 5 ആയിരിക്കും. ഇനി ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെയായിരിക്കും. റൗണ്ടിങ് ഓഫ് ടു 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എഴുതിക്ക്. ഈ ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് റൗണ്ടിങ് ഓഫ് ടു 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. റൗണ്ടിങ് ഓഫ് ടു 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതി വെക്കേണ്ടത് ഇപ്പൊ തന്നിരിക്കുന്നതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യനിലെ സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ആണ് അല്ലെ. നമുക്ക് റൗണ്ട് ചെയ്യേണ്ടത് 4 ആക്കിയാണ് റൗണ്ട് ചെയ്യേണ്ടത്. അപ്പൊ 1 2 3 4 ഇത്രയും നമുക്ക് പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് മാത്രം മതി നമുക്ക്. ഇയാളെ നമുക്ക് വേണ്ട, ഇയാളെ നമുക്ക് ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ, ഇത് നമുക്ക് വേണ്ട. അപ്പൊ നമ്മൾ നോക്കേണ്ടത് കേസ് 1. ഫസ്റ്റ് കേസ് ആണ് ഞാൻ പറയുന്നത്. 3 കേസ് വരുന്നുണ്ട്. കേസ് 1, ഇവിടെ തന്നിരിക്കുന്ന ഈ നമ്പർ നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടത് ഇവിടെ 7 അല്ലേ. ആ 7 ഞാൻ n ആയിട്ട് എടുത്ത് n = 7 എന്ന് പറഞ്ഞു. ഈ 7 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5 ആണ് അല്ലെ. 5-നേക്കാളും ഗ്രേറ്റർ ആണ്. ഇഫ് n ഈസ് ഗ്രേറ്റർ ദാൻ 5. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന നമ്പർ n ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ ഇവിടെ തൊട്ട് മുമ്പിലുള്ള ഈ പ്രിസീഡിംഗ് ഡിജിറ്റ് ഇല്ലേ, അത് റേസ്ഡ് ബൈ 1 ആക്കി എഴുതുക. അതാണ് റൗണ്ടിങ് ഓഫ് ഫസ്റ്റ് കേസ്. അപ്പൊ ഇവിടുത്തെ ഇത് ഇപ്പൊ 7 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5 ആണ്. അപ്പൊ തൊട്ട് മുമ്പിലുള്ള ഡിജിറ്റ് 2. ഇതിനെ നമ്മൾ ഒന്ന് റേസ് ചെയ്ത് എഴുതുക. അപ്പൊ എങ്ങനെ വരും? 7.463. ഇതാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് നമുക്ക് കിട്ടിയ 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉള്ള റിസൾട്ട്. ഓക്കെ, ഇതൊരു കേസ്. ഇത് എഴുതി വെച്ചോ. ഇനി കേസ് 2. ഓക്കെ, കേസ് 2ന്റെ എക്സാമ്പിൾ ആയിട്ട് എഴുതാം. കേസ് 2 എന്ന് പറയുന്നത് ഇഫ് n ഈസ് ലെസ് ദാൻ 5. n എന്ന് പറയുന്നത് ലെസ് ദാൻ 5 ആണെന്ന് വിചാരിക്കും. ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ 5 സിഗ്നിഫിക്കന്റ് ഫിഗർ. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന n, ഇതിന് നമ്മൾ 5 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉള്ളത്, നമുക്ക് ഇതിനെ 4 ആക്കി റൗണ്ട് ചെയ്യാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന n, ഇവിടുത്തെ ഫസ്റ്റ് കേസിൽ n എന്ന് പറഞ്ഞാൽ 7 ആയിരുന്നു. ഇനി n എന്ന് പറയുന്ന ഒരു 3 ആണെന്ന് വിചാരിക്കും. ഇവിടെ തന്നിരിക്കുന്ന 3 ആണ്, നമുക്ക് 4 ആക്കി റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ n ഈസ് ലെസ് ദാൻ 5 ആണെങ്കിൽ എന്താ ചെയ്യാ? ഇത് തന്നെ അങ്ങോട്ട് എടുത്ത് എഴുതി വെച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. n ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ മാത്രം പ്രിസീഡിംഗ് ഡിജിറ്റ് ഈസ് റേസ്ഡ് ബൈ 1. ഇഫ് n ഈസ് ലെസ് ദാൻ 5 ആണെങ്കിൽ എന്ത് ചെയ്യാ? അത് തന്നെ അങ്ങോട്ട് എടുത്ത് എഴുതി വെക്കാം. അപ്പൊ എന്ത് വരും? 7.462 എന്ന് പറഞ്ഞു വരും. ഓക്കെ, അടുത്ത എക്സാമ്പിൾ കേസ് 2ന് എക്സാമ്പിൾ ആയിട്ട് ഇത് എഴുതിക്കുക. 7.4623. 7.4623 and rounding off to 4 significant figures. എഴുതി, അത് എക്സാമ്പിൾ എടുത്ത് എഴുതിയ 7.4623 എഴുതി. എന്നിട്ട് എഴുതി വെച്ചാൽ ഇഫ് n ഈസ് ലെസ് ദാൻ 5 എന്ത് ചെയ്യുക? ആ ഡിജിറ്റ് തന്നെ എടുത്ത് അങ്ങ് എഴുതി വെക്കുക.
ഓക്കെ, എഴുതില്ല എക്സാമ്പിൾ. ഇനി അടുത്ത കേസ് n is equal to 5. ഫസ്റ്റ് കേസ് നോക്കി n greater than 5, സെക്കൻഡ് കേസ് n less than 5. ഇനി n equal to 5 ആണ് വരുന്നതെന്ന് വിചാരിക്കും. n equal to 5. ഈ എക്സാമ്പിൾ കൊടുത്തെ 7.4625. 7.4625. ഓക്കെ, അതിൽ നമ്മൾ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. n ഇപ്പൊ നമുക്ക് എടുക്കേണ്ട, ഇതിന് നമുക്ക് 5 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉള്ള ഒരു ഡിജിറ്റ് ആണ്. അതിനെ നമുക്ക് 4 ആക്കി റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പൊ നമ്മൾ നോക്കേണ്ട n എന്ന് പറയുന്നത് ഇവിടെ 5 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ട് കാര്യം ശ്രദ്ധിക്കുക. ഫസ്റ്റ് കാര്യം, n-ന്റെ തൊട്ട് മുമ്പിലുള്ള ഡിജിറ്റ് ഈവൻ ആണോ ഓഡ് ആണോ എന്ന് നോക്കുക. ഇവിടെ തന്നിരിക്കുന്ന ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എന്താണ്, n-ന്റെ മുമ്പിലുള്ള 2 എന്ന് പറയുന്നത് ഈവൻ ആണ്. ഈവൻ ആണെങ്കിൽ ഒന്നും വേണ്ട, അങ്ങനെ തന്നെ എടുത്ത് എഴുതി വെക്കുക. ഇതുപോലെ തന്നെ എടുത്ത് എഴുതി വെക്കുക. ഈവൻ ആണെങ്കിൽ നോ ചേഞ്ച്, ഓഡ് ആണെങ്കിൽ റൈസ്ഡ് ബൈ 1. ഓക്കെ, അത് മാത്രം ഒന്ന് ഓർത്തിരിക്കുമെങ്കിൽ ചെയ്യാൻ പറ്റും. എഴുതി വെച്ചോ. ഈ ഒരു എക്സാമ്പിൾ ഇട്ട് തന്നെ എഴുതിക്കൊണ്ട് നമുക്ക് കുറച്ചുകൂടി ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിക്കോളും. ഏതാടാ ഈ ലാസ്റ്റ് കേസ് ആണോ? ലാസ്റ്റ് കേസ് n equal to 5. ഇതാ ഓഡ് ആണെങ്കിൽ റേസ്ഡ് ബൈ 1 പ്രിസീഡിംഗ് ഡിജിറ്റ്. ഓക്കെ, ഇത് മനസ്സിലായല്ല. n ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പിലുള്ള ഈ ഡിജിറ്റ്, ഇപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ഇതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ n ഈസ് ഗ്രേറ്റർ ദാൻ 5. അപ്പൊ 7 ആണ്. 7 ആണെങ്കിൽ നമ്മൾ ഇതിനെ ഒന്ന് കൂട്ടി എഴുതുമ്പോൾ 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ആയി. ഓക്കെ, ഇത് എഴുതിക്കാൻ 7.463. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കണേണ്. അപ്പൊ അടുത്തൊരു എക്സാമ്പിൾ 7.4623 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. 1 2 3 4 5 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട് അല്ലെ. നമുക്ക് ഇതിനെ റൗണ്ടിങ് ഓഫ് ടു 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, റൗണ്ടിങ് ഓഫ് ടു 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ആക്കി റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പൊ നോക്കിക്കേ, 1 2 3 4. ഓക്കെ, 4 മതി. ഇയാളെ നമുക്ക് ഡ്രോപ്പ് ചെയ്യണം. സെയിം നമ്പർ. n ലെസ് ദാൻ 3 ആണ്. n ഈസ് ലെസ് ദാൻ 5 ആണ്. n ലെസ് ദാൻ 5 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, 7.462 അത് തന്നെ എടുത്ത് ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ഇനി തേർഡ് കേസ് നമ്മൾ നോക്കുന്നത്, ഇഫ് n ഈസ് ഈക്വൽ ടു 5, 7.4625 ആണെന്ന് വിചാരിക്കും. ഇപ്പൊ നമുക്ക് ഇതിനെ നമുക്ക് ആകെ ടോട്ടൽ നമ്പർ ഓഫ് 5 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. റൗണ്ടിങ് ഓഫ് ടു 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്യാം. അപ്പൊ നമ്മൾ നോക്കേണ്ടത്, ഇഫ് ഇവിടെ തന്നിരിക്കുന്ന n എന്ന് പറയുന്നത് ഈക്വൽ ടു 5 ആണ്. അപ്പൊ നമ്മൾ നോക്കുക, n-ന്റെ മുമ്പിലുള്ള ആൾ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് നോക്കണം. ഈവൻ ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുത്ത് എഴുതി വെക്കുക. ഇഫ് ഇറ്റ് ഈസ് ഈവൻ ആണെങ്കിൽ 7.462 എന്ന് തന്നെ വരും. ഇപ്പൊ പക്ഷെ ഇവിടെ 2-ന് പകരം 3 ആണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കും. റേസ്ഡ് ബൈ 1 4 വരും. ഓക്കെ, കിട്ടിയത്? ഡൗട്ട് ഉണ്ടാടാ നിനക്ക്? അർജുന ഓക്കെ ആണോ? ക്രിസ്റ്റ കിട്ടി? ചോദിച്ചിട്ട് അടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് ചെയ്യോ റൗണ്ടിങ് ഓഫ് 6.2. ഓക്കെ, ഒരു എക്സാമ്പിൾ എഴുതിക്കോ. റൗണ്ടിങ് ഓഫ് ടു 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ആക്കി റൗണ്ട് ഓഫ് ചെയ്യണേ. റൗണ്ടിങ് ഓഫ് ടു 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. $0.4927 ഇതിനെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് റൗണ്ടിങ് ഓഫ് ടു 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്, ഇവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? 4 1 2 3 4 ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എത്ര മതി? റൗണ്ടിങ് ഓഫ് ടു 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവരെ 3 വരെ മാത്രം മതിയില്ലേ? ഇയാളെ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം അല്ലെ. അപ്പൊ ഇവിടത്തെ n എന്ന് പറയുന്ന 7 ആണ്. 7 ഈസ് ഗ്രേറ്റർ ദാൻ 5. അപ്പൊ എന്ത് ചെയ്യാ? പ്രിസീഡിംഗ് ഡിജിറ്റ് ഈസ് റേസ്ഡ് ബൈ 1. ഓക്കെ, മനസ്സിലായത്? ഓക്കെ, എത്ര കിട്ടിയത്? 8 അങ്ങനെ വന്ന 7. നമുക്ക് 7 അല്ലല്ലോ ഡ്രോപ്പ് ചെയ്യേണ്ടത്. അപ്പൊ 7 മുമ്പിലുള്ള ഡിജിറ്റ് അതായത് 0.492 ഇതായിരുന്നു ക്വസ്റ്റ്യൻ അല്ലെ. 0.0492. അപ്പൊ നമുക്ക് ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് 0.04927 ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് 1 2 3 4 5 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ട് അല്ലെ. നമ്മളോട് പറഞ്ഞേക്കുന്നത് 5 അല്ലല്ലോ, സോറി 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്.
ഓക്കെ, 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ റൗണ്ടിങ് ഓഫ് ടു 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആക്കി മാറ്റി. അപ്പൊ നമുക്ക് 1 2 3 ഇവരെ മാത്രം പോരെ, ഇയാളെ നമുക്ക് വേണ്ട അല്ലെ. അപ്പൊ ഇയാളെ നമുക്ക് വേണ്ട. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന n is equal to 7 ആണ്. ലാസ്റ്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്യേണ്ട ആള് 7 അല്ലേ, 7 ആണ് ഡ്രോപ്പ് ചെയ്യേണ്ടത്. 7 is greater than 5, റൈറ്റ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് തൊട്ട് മുമ്പുള്ള ഈ ഡിജിറ്റ് അതാ ഉദ്ദേശിച്ചത്. ഓക്കെ, ആൽഫബറ്റ് ഇതിൽ നമ്പേഴ്സിലല്ല, ഇതിന് തൊട്ട് മുമ്പുള്ള ഈ ഡിജിറ്റ് ഇസ് റൈസ്ഡ് ബൈ 1. അപ്പൊ എങ്ങനെ വരും, 0.0493. ഓക്കെ, അങ്ങനെ വരും. കിട്ടിയില്ലേ? ഇനി പിന്നെ കിട്ടിയാടാ, ഡൗട്ട് ഉണ്ടാ ജ്യോതിഷേ? കിട്ടിയില്ലേ? അവന് കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 3.085 into 10⁸. ഞാൻ പറഞ്ഞു ഇത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഇത് നോക്കേണ്ട ആവശ്യമില്ല. ഇവരെ മാത്രം കൺസിഡർ ചെയ്യുക. ഇതിൽ എത്ര ടോട്ടൽ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? നമ്മോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന റൗണ്ടിങ് ഓഫ് ടു 3, ഇതും 3 തന്നെ റൗണ്ട് ഓഫ് ചെയ്യുക. ഓക്കെ, അപ്പൊ 3 1 2 3 4 ഉണ്ട് ഇവിടെ, 3 മതി. അപ്പൊ എന്നിന്റെ വാല്യൂ നോക്കുക. n is greater than 5 ആണെങ്കിൽ തൊട്ട് മുമ്പിലുള്ള ഡിജിറ്റ് is raised by 1. n is less than 5 ആണെങ്കിൽ അത് തന്നെ എടുത്ത് അങ്ങനെ തന്നെ എഴുതി വെക്കുക. n is equal to 5 ആണെങ്കിൽ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഇതിന് മുമ്പിലുള്ള ഡിജിറ്റ് ഈവൻ ആണോ നോക്കുക. ഈവൻ ആണെങ്കിൽ എന്താ ചെയ്യണ്ടേ, അങ്ങനെ തന്നെ എഴുതി വെക്കുക. ഓഡ് ആണെങ്കിൽ മാത്രം റൈസ്ഡ് ബൈ 1 ചെയ്യുക. ഓക്കെ, എഴുതിയാ? ഏതാടാ? എന്തിന്? ആ നോക്കട്ടെ, ഇവിടെ എന്താ നീ 4 എഴുതിയേക്കണ എല്ലായിടത്തും? അങ്ങനെ നോക്കണ്ട, അത് കോമൺ ആയിട്ട് പറയുന്നതാ. ഞാൻ ടോട്ടൽ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് കോമൺ ആയിട്ട് പറയുന്നു. 5 എല്ലാത്തിലും ഏത് ക്വസ്റ്റ്യൻ വന്നാലും 5നേക്കാളും ഗ്രേറ്റർ ആണോ 5നേക്കാളും ലോവർ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിനായിട്ട്. അതായത് ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സിഗ്നിഫിക്കന്റ് ഫിഗർ 4 അല്ലേ, അതിനായിട്ട് ഒരു ബന്ധവും ഇല്ല. എല്ലാ ക്വസ്റ്റ്യനും കോമൺ ആണ്. 5നേക്കാൾ ഗ്രേറ്റർ ആണോ 5നേക്കാൾ ലെസ്സർ ആണോ ഈക്വൽ ടു 5 ആണോ നോക്കുക, അത്രേ ഉള്ളൂ. ഇത് കിട്ടില്ല. ഏതാ കിട്ടാത്തത്? ഓക്കെ, ഈ ക്വസ്റ്റ്യന്റെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയാണ്? 4. നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യേണ്ട എത്രയിലേക്കാ? 3. അപ്പൊ 1 2 3 4 ഇവര് 4 പേരുമാണ് ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയും. നമുക്ക് റൗണ്ട് ഓഫ് ടു 3 ആണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. ഇവരെ 3 പേരെ മതി, ഇയാളെ നമുക്ക് വേണ്ട, ഇയാളെ നമുക്ക് ഡ്രോപ്പ് ചെയ്യണം. അപ്പൊ ഇത് നമ്മൾ n ആയിട്ട് എടുത്തു. n ഈക്വൽ ടു 7. ഈ 7 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5 അല്ലേ, 5നേക്കാട്ടും കൂടുതലാണ് ഈ 7. സോ 7 5നേക്കാളും കൂടുതലാണെങ്കിൽ ഞാൻ എന്താ പറഞ്ഞ, തൊട്ട് മുമ്പിലുള്ള ഡിജിറ്റ് ഈസ് റൈസ്ഡ് ബൈ 1. ഓക്കെ, മനസ്സിലായ? അപ്പൊ അതുപോലെ തന്നെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇവിടെ 3 ആണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് റൗണ്ട് ഓഫ് ടു 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. അപ്പൊ 4 പേരുള്ളതിൽ നമുക്ക് 3 പേരെ മതി, ഇയാളെ നമുക്ക് വേണ്ട. ഇവിടെ 3 ആണ് തന്നിരിക്കുന്നെങ്കിൽ തൊട്ട് മുമ്പിലുള്ള ഡിജിറ്റിൽ ഒരു ചേഞ്ചും ഇല്ല, അങ്ങനെ തന്നെ എടുത്ത് എഴുതി വെക്കുക. ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ മാത്രം റൈസ്ഡ് ബൈ 1. എങ്ങനെ? അങ്ങനെ തന്നെ എടുത്ത് എഴുതിക്കോ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇത് എഴുതിയാ? ഇത് എത്ര കിട്ടി? 3.08. ഓക്കെ, ക്രിസിന് ക്ലിയർ ആയില്ലേ? 5 ആ 5 അത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഗ്രേറ്റർ ദാൻ 5 ആണോ ലെസ് ദാൻ 5 ആണോ ഈക്വൽ ടു 5 ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇതിപ്പോ എങ്ങനെ നീ ചെയ്ത? ഈക്വൽ ടു 5 ആണെന്ന് പറയുമ്പോൾ തൊട്ട് മുമ്പിലുള്ള ഈ ഡിജിറ്റ് അത് ഈവൻ ആണോ ഓഡ് ആണോ എന്ന് നോക്കുക. ഈവൻ ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട, അങ്ങനെ തന്നെ എടുത്ത് എഴുതി വെക്കുക. ഇപ്പൊ ഓഡാണ്, ഇവിടെ 8ന് പകരം ഇവിടെ ഒരു 3 ആണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ റൈസ്ഡ് ബൈ 1. അപ്പൊ 3.04 വരും. ഓക്കെ, ഇത് രണ്ടുമൂന്ന് ഹോംവർക്ക് ആയിട്ടെ. ഓക്കെ, എഴുതിക്കോ. ആ ഏത് 3 കേസ് വേണ്ട, ഒരൊറ്റ കേസ്. ഇവിടെ ഇപ്പൊ നോക്കിക്കേ, ഏത് കേസാണ് നമ്മൾ നോക്കണം. ഞാൻ 3 കേസ് പഠിപ്പിച്ചു തന്നു. അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇവിടെ n7 അല്ലേ, അപ്പൊ n7 എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 5. അപ്പൊ നമ്മൾ അവിടെ ഗ്രേറ്റർ ദാൻ 5 മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇവ n is ലെസ് ദാൻ 5 ആണെങ്കിൽ മാത്രം ഇവിടെ തന്നിരിക്കുന്ന ഇയാളെ n ആയിട്ട് എടുക്കുക. അയ്യോ സോറി, n ആയിട്ട് എടുക്കുക. അത് ഗ്രേറ്റർ ദാൻ 5 ആണോ ലെസ് ദാൻ 5 ആണോ ഈക്വൽ ടു 5 ആണോ എന്ന് നോക്കിയിട്ട് നമ്മൾ വേണം അപ്ലൈ ചെയ്യാൻ. 3 കേസും പഠിച്ചിരിക്കണം. ഓക്കെ, ഒരു മിനിറ്റ്. 7.
ഓക്കെ, 4 ക്വസ്റ്റ്യൻ, റൗണ്ടിങ് ഓഫ് ടു 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഒരു ക്വസ്റ്റ്യനും കൂടെ എഴുതിക്കോട്ടാ. ഇതും റൗണ്ടിങ് ഓഫ് ടു, എല്ലാ ക്വസ്റ്റ്യനും റൗണ്ടിങ് ഓഫ് ടു 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഈ ക്വസ്റ്റ്യൻ ഞാനിപ്പോ പറഞ്ഞുതരാം, നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി ഹോംവർക്ക് ആയിട്ട്. എല്ലാം റൗണ്ടിങ് ഓഫ് ടു 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഇനി ഇത് നോക്കിക്കേ, ഇത് ഞാൻ ക്വസ്റ്റ്യനിൽ നോക്കിക്കേ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട് ഇതിൽ? 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. എനിക്കിത് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത് 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിലേക്ക്. സോറി, ഒരെണ്ണം കൂടി ഇട്ടേക്കാം. 1 2 3. ഓക്കെ ഓക്കെ, ഇതിനെ നമുക്കിപ്പോ 1 2 3 4 5 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. ഈ ക്വസ്റ്റ്യനിൽ 5 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇതിനെ എനിക്ക് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത് റൗണ്ടിങ് ഓഫ് ടു 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് മതി. 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് മതി. അപ്പൊ നോക്കിക്കേ, 1 2 3 ഇവരെ മാത്രം മതിയില്ലേ? ഇവരെ രണ്ടുപേരെ എനിക്ക് ഡ്രോപ്പ് ചെയ്യണം. അപ്പൊ ഇവിടുത്തെ n ആരായിരിക്കും? ഇതിനെയാണ് നോക്കേണ്ടത്. 4. അപ്പൊ n ആണ് ഇവിടുത്തെ, n ഈക്വൽ ടു 4 ആണ്. അപ്പൊ 4 എന്ന് പറയുന്നത് ലെസ് ദാൻ 5 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയായിരിക്കും ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗർ വരുന്നത്? 0.398. ഓക്കെ, കിട്ടിയല്ല? ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഇനി ഒരു ചെറിയ ടോപ്പിക്കും കൂടെ കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിയും. അതുകൂടെ എടുത്തോട്ടെ എന്നാ. ഓക്കെ, അടുത്ത എഴുതിക്കോ. ഇത്ര ഓക്കെ അല്ലേ? സിഗ്നിഫിക്കന്റ് ഫിഗർ എന്താന്ന് കിട്ടി, സിഗ്നിഫിക്കന്റ് ഫിഗർ കണ്ടുപിടിക്കാൻ അറിയാലോ. അതുപോലെ ഇപ്പൊ റൗണ്ട് ഓഫ് ചെയ്യാനും പഠിച്ചു. ഇനി അടുത്തത് ചെറിയ ടോപ്പിക്, ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഇത് ഹോംവർക്ക് എഴുതി കഴിഞ്ഞാ എഴുതിക്കോ. എന്നിട്ട് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, എഴുതിയ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എഴുതിയാടാ? എല്ലാരും എഴുതിയില്ലേ? ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ജസ്റ്റ് ഞാനിപ്പോ പറഞ്ഞുതരാം, അത് കേട്ട് എക്സാമ്പിൾ ചെയ്യാം, അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതും ചോദിക്കും, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഫൈൻഡ് ദ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഇതുപോലത്തെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, എന്തെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതിന്റെ വാല്യൂ, ഒരു വാല്യൂ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ 10ന്റെ പവറിൽ എക്സ്പ്രസ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ അതിന് നമ്മൾ ജനറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് n ഇൻറ്റു 10⁻k എന്ന് പറഞ്ഞാണ് നമ്മൾ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡിനെ ജനറലി റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നിന്റെ വാല്യൂസ് വരുന്നത് 1 to 9. ഇതിന് ബിറ്റ്വീൻ ഉള്ള ഏത് നമ്പേഴ്സും 1 to 9 ഇടയിൽ വരുന്ന എല്ലാ നമ്പേഴ്സും എന്നിന് വരും. k എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം ഇത്, അല്ലെങ്കിൽ നമുക്ക് എഴുതിയിട്ട് പറയാം. എഴുതിക്കോ. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. Order of magnitude of a physical quantity is a power of 10 is a power of 10 of the number is a power of 10 of the number power of 10 of the number that describes the physical quantity. That describes the physical quantity. That describes the physical quantity. Okay. It is generally expressed as n into 10⁻k. Second point, it is generally expressed as n into 10⁻k. Where n is the number, where n into 10⁻k, where n is the number from 1 to 9. N is the number from 1 to 9 and k is a positive or negative number. K is a positive or negative number. K is a positive or negative number. Okay. അടുത്ത രണ്ട് പോയിന്റ് കൂടെ എഴുതിക്കോ, അത് കഴിഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. If the value of n is less than or equal to 5, order of magnitude equal to k. Order of magnitude equal to k. Order of magnitude equal to k. Next point, if the value of n
the value of n is greater than 5 and less than 10 order of magnitude equal to k plus 1. Order of magnitude equal to k plus 1. Order of magnitude equal to k plus 1. Okay. ഇനി ഞാൻ പറഞ്ഞുതരാം ഒരു എക്സാമ്പിൾ. 2.413 into 10 raised to 3. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ കേട്ടോ. ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുള്ളൂ, എക്സാമിൽ ഇങ്ങനെ തന്നെ വരുള്ളൂ. ഫൈൻഡ് ദ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഇതിന്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. അപ്പൊ നോക്കിക്കേ, ഇതല്ലേ നമ്മുടെ n എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ k എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ലാസ്റ്റ് എഴുതിയ 2 പോയിന്റ് ഫസ്റ്റ് പോയിന്റ് പഠിച്ചു. ഇഫ് ദ വാല്യൂ ഓഫ് n ഈസ് ലെസ് ദാൻ 5, വാല്യൂ ഓഫ് n എന്ന് പറയുന്നത് ഇതാണ് ഈ ക്വസ്റ്റ്യൻ അല്ലേ. ദ വാല്യൂ ഓഫ് n ഈസ് ലെസ് ദാൻ 5, ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു എന്താ എഴുതിയേക്കുന്നത്, k. അപ്പൊ ഇവിടുത്തെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്താണ്, 3. k ഈക്വൽ ടു 3. ഇത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ 7.1 into 10 സ്ക്വയർ. ഓക്കെ, അടുത്ത പോയിന്റ് ഇവിടുത്തെ n എന്താണ്. അപ്പൊ ക്വസ്റ്റ്യൻ കിട്ടി കഴിയുമ്പോൾ തന്നെ നിങ്ങൾ അടുത്ത് എഴുതി വെക്കുക n ഈക്വൽ ടു 7.1. ഈ ജനറൽ എക്സ്പ്രഷൻ എഴുതിയാൽ അത്രയും നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. ഇവിടുത്തെ n എന്ന് പറയുന്നത് 7.1. അപ്പൊ അടുത്ത ലാസ്റ്റ് പോയിന്റ് നമ്മൾ എഴുതിയത് എന്താ, ഇഫ് n ഈസ് ഗ്രേറ്റർ ദാൻ 5 ആൻഡ് ലെസ് ദാൻ 10. കറക്റ്റ് അല്ലേ, 7.1. അപ്പൊ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്താ പറഞ്ഞിരിക്കുന്നത്, k പ്ലസ് 1. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എത്രയാ വരുന്നത്, 3. ഇത്രയേ ഉള്ളൂ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാല്ല, മാർക്ക് പോകുമോ, ഇതില് പോകുമോ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ തന്നേക്കാം. ഇപ്പൊ ഇങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് വിചാരിക്കേ, 50 ഫൈൻഡ് ദ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഇതിന്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, 50. നമ്മൾ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡിന്റെ സെന്റൻസ് എങ്ങനെയാ എഴുതി വെച്ചിരിക്കുന്നത്, വായിച്ച ഒരാള്. പവർ ഓഫ് 10 അല്ലേ. ഓക്കെ, ഈ 50നെ നമുക്ക് പവർ ഓഫ് 10 ആക്കി എഴുതാല്ല, 5 into 10 raised to 1. ഇനി ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എഴുതാല്ല. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇപ്പോ എന്താ പറയാ, 600 ഫൈൻഡ് ദ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ എന്തിലേക്ക് മാറ്റുക, 6 into 10 സ്ക്വയർ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ചേഞ്ച് ചെയ്തോളണം. ചിലപ്പോഴേ ഇങ്ങനെ തരുള്ളൂ, ഇങ്ങനെ തരാനാണ് സാധ്യത കൂടുതൽ. അഥവാ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതുക. ഓക്കെ, ഇവിടത്തെ കേസിൽ പറഞ്ഞേ, ഇഫ് n ഈസ് ഗ്രേറ്റർ ദാൻ 5 ആൻഡ് ലെസ് ദാൻ 10 ആണെങ്കിൽ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു 3. ഓക്കെ, 2 ഹോംവർക്ക് വേണോ ഇനി, വേണ്ടേ, 2 തന്നേക്കാം, അവർക്കൊക്കെ വേണോന്ന് പറയും. കുഴപ്പമില്ലടാ, ചെയ്യാം, ഇത് സിമ്പിൾ അല്ലേ. ഈക്വൽ ടു 5 പറഞ്ഞ കേസ് പറഞ്ഞിട്ടുണ്ടല്ലോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഓക്കെ, 3 into 2. ഓക്കെ, ഇത് 3, ഇത് 4 കേട്ടാ.